ഹരേ കൃഷ്ണ. മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വനപർവമാണ്. പാണ്ഡവർ കാമ്യവനത്തിലാണ് താമസിച്ചു കൊണ്ടിരിക്കുന്നത്. ധൃതരാഷ്ട്ര മഹാരാജാവ് വിതുരരെടുത്ത് ചോദിക്കും, എന്താണ് ഞാൻ ചെയ്തത്? തെറ്റായിപ്പോയോ? വിതുരർ പറയും, രാജാവേ, അങ്ങ് ചെയ്തത് തെറ്റ് തന്നെയാണ്. പാണ്ഡുപുത്രന്മാരെയും അങ്ങയുടെ പുത്രന്മാരെപ്പോലെ അങ്ങ് കാണേണ്ടതായിരുന്നു. അങ്ങേക്ക് നീതി വേണമെന്നുണ്ടെങ്കിൽ പാണ്ഡുപുത്രന്മാരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരണം. പകുതി രാജ്യം പാണ്ഡവർക്ക് നൽകണം. ഇത് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രർക്ക് ദേഷ്യം വരും. ധൃതരാഷ്ട്ര മഹാരാജാവ് പറയും, അങ്ങേക്കിപ്പോഴും കൂറ് ആ പാണ്ഡവരോട് തന്നെയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് അങ്ങയെ കാണണമെന്നില്ല. അങ്ങ് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോളൂ. ഇത് കേൾക്കുമ്പോൾ ദേഷ്യപ്പെട്ട് വിതുരർ പാണ്ഡവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ് തന്നെ ആട്ടിപ്പായിച്ചു. ഞാൻ ഇങ്ങോട്ട് പോന്നു എന്ന് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് ചെന്ന് വിതുരർ പറയും. വിതുരരെ പഞ്ചപാണ്ഡവന്മാർ സ്വീകരിക്കുകയാണ്. എന്നാൽ ഹസ്തിനാപുരിയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിന് വിതുരർ ഇല്ലാത്തത് കൊണ്ട് തന്നെ വല്ലാത്ത സങ്കടം വരികയും മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്യുകയാണ്. ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയൻ്റെ അടുത്ത് പറയും, സഞ്ജയ, നീ ചെന്ന് വിതുരരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. വിതുരർ പോയതിൽ പിന്നെ മനസമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വിതുരർ പോയാൽ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ സഞ്ജയൻ പാണ്ഡവരുടെ അടുത്ത് പോയി വിതുരരെ വിളിച്ചു കൊണ്ടുവരികയാണ്. വിതുരർ ഹസ്തിനാപുരിയിലെത്തിയതും ധൃതരാഷ്ട്ര മഹാരാജാവ് വിതുരരെ തന്നിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. വിതുരർ മടങ്ങിയെത്തിയതോടുകൂടെ ദുര്യോധനനും കർണനും ശകുനിയും പറയും, വിതുരർ തിരിച്ചെത്തി. ഇനി വിതുരർ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മനസ്സ് മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചിന്തിക്കുകയാണ്. കർണൻ പറയും, സത്യത്തിൻ്റെ കൂടെ പാണ്ഡവർ നിൽക്കുന്നതിനാൽ അവർ ഒരിക്കലും തിരിച്ചു വരികയില്ല. പാണ്ഡവർ ഇനി ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമോ എന്ന് ദുര്യോധനൻ ഭയപ്പെടുകയാണ്. ശകുനി പറയും, ഇല്ല, പാണ്ഡവർ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്, പറഞ്ഞ വാക്ക് പാലിക്കുന്നവരാണ്. ഒരിക്കലും അവർ 13 വർഷം കഴിയാതെ ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു വരികയില്ല. ഒടുവിൽ കർണൻ പറയും, ഇപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഇറങ്ങി പുറപ്പെട്ട് ആ പാണ്ഡവരെ ആ കാട്ടിൽ വെച്ചു തന്നെ യുദ്ധം ചെയ്ത് ഇല്ലാതാക്കാം. അവർ ഒടുങ്ങിയാൽ മാത്രമേ നമുക്ക് ശാന്തി കിട്ടൂ. ഇങ്ങനെ ശകുനിയും കർണനും ദുശാസനും ദുര്യോധനനും പാണ്ഡവരെ കൊല്ലാനായി വനത്തിലേക്ക് പുറപ്പെടുമ്പോൾ അവിടേക്ക് ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ, തൻ്റെ ദിവ്യ ചക്ഷുസുകൊണ്ട് അറിഞ്ഞു മനസ്സിലാക്കിയ വേദവ്യാസ മഹർഷി അവിടേക്ക് വരികയാണ്. വേദവ്യാസ മഹർഷി എല്ലാവരോടുമായി പറയും, ഹേ ധൃതരാഷ്ട്ര രാജാവേ, പാണ്ഡവരുടെ അടുത്തേക്ക് അവരെ വധിക്കാനായി നിങ്ങളുടെ ദുര്യോധനൻ തുടങ്ങിയ മക്കൾ പോയാൽ തീർച്ചയായിട്ടും ആ പാണ്ഡവരുടെ അടുത്ത് നിന്നും നിങ്ങളുടെ മക്കൾ തിരിച്ചെത്തുകയില്ല. വേണമെങ്കിൽ നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചോളൂ. ഇത് കേൾക്കുന്നതോടെ ദുര്യോധനാദികൾ പാണ്ഡവരെ കാട്ടിൽ വെച്ച് ഇല്ലാതാക്കാം എന്ന മോഹം ഉപേക്ഷിക്കുകയാണ്. വ്യാസമഹർഷി അവിടെ നിന്നും പോയ ശേഷം ധൃതരാഷ്ട്ര മഹാരാജാവിനെ ഉപദേശിക്കാനായി മൈത്രേയ മഹർഷി എത്തുകയാണ്. മൈത്രേയ മഹർഷി എത്തിയ ഉടനെ ധൃതരാഷ്ട്ര മഹാരാജാവ് വേണ്ട പോലെ വിധിപൂർവകം മൈത്രേയ മഹർഷിയെ സ്വീകരിച്ചിരുത്തി. മൈത്രേയ മഹർഷി പറഞ്ഞു, ഞാൻ തീർത്ഥയാത്ര ചെയ്ത് ചുറ്റുമ്പോൾ പാണ്ഡവരുടെ അടുത്തെത്തി. ജടയും മാൻതോലും ചാർത്തി തപോവന നിവാസിയായിരിക്കുന്ന ആ പുണ്യപുരുഷരെ കാണുവാൻ അനേകം മഹർഷിമാർ അവിടെ വരുന്നുണ്ട്. അവിടെ വെച്ചാണ്, ഹേ രാജാവേ, ഞാൻ നിങ്ങളുടെ മക്കളുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് കേട്ടറിഞ്ഞത്. ഇതൊരു വലിയ ആപത്താണ് വന്നിരിക്കുന്നതെന്നറിഞ്ഞ ഞാൻ നിങ്ങളെ ഉപദേശിക്കാനായാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് അങ്ങയിൽ അധികമായ പ്രീതിയും സ്നേഹവുമുണ്ട്. അങ്ങയും ഭീഷ്മനും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ പരസ്പരം വൈര്യം വെച്ച് പോറ്റുന്നത് ശരിയല്ല, ഒക്കാത്ത കാര്യമാണത്. ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യേണ്ട ഭവാൻ എല്ലാം കണ്ട് തൂണുപോലെ നിന്നത് എന്തുകൊണ്ടാണ്? മക്കൾ തമ്മിൽ പോരാടുന്ന സമയത്ത്
ചൂതുകളിയുടെ ആ സഭയിൽ കാണിച്ച കർമ്മം കള്ളന്മാർക്ക് ചേർന്നതാണ് കുരുനന്ദന ആ കള്ളക്കളി. നീ പാണ്ഡവരെ ദ്രോഹിക്കരുത്. നിനക്കും പാണ്ഡവർക്കും കുരുക്കൾക്കും ലോകത്തിനും രാജാവെ നീ ഹിതം ചെയ്യുക. നിന്റെ മകനോട് പാണ്ഡവരോടുള്ള വാശി ഒഴിവാക്കിയിട്ട് സമാധാനമായി അടങ്ങിയിരിക്കാൻ പറയൂ. അതാണ് ലോകഹിതത്തിന് നന്നായി വരിക. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ദുര്യോധനൻ ആ സമയത്തും തൻ്റെ ഇടത്തെ തുടയിൽ കൈകൊണ്ട് താളം പിടിച്ച് ചിരിച്ച് പരിഹസിക്കുന്നത് പോലെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട മൈത്രേയ മഹർഷി ദുര്യോധനനെ അവിടെ വെച്ചു തന്നെ ശപിക്കുകയാണ്. എടാ ദുര്യോധന, ദുർബുദ്ധേ, നീ എന്നോട് ഒന്നും മിണ്ടാതെ എന്നെ അനാദരിച്ചു. ഈ ദുരഭിമാനത്തിന് തക്കമായ ഫലം നിനക്ക് ഉടനെ തന്നെ ലഭിക്കും. നിന്റെ ദ്രോഹം മൂലം ഘോരമായ യുദ്ധം ഇവിടെയുണ്ടാകും. അതിൽ ഭീമൻ ഗദയെടുത്ത് നിന്റെ ആ തുട തല്ലിയൊടിക്കും. ഇപ്രകാരം പറഞ്ഞ ഉടനെ ധൃതരാഷ്ട്ര രാജാവ് അങ്ങനെ വരല്ലേ എന്ന് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. മൈത്രേയ മഹർഷിയെ പ്രസാദിപ്പിച്ചു. മൈത്രേയ മഹർഷി പറഞ്ഞു, ഹേ രാജാവേ, നീ ദുഃഖിക്കേണ്ട. നിന്റെ പുത്രൻ പാണ്ഡവരുമായി ശമം സ്വീകരിക്കുകയാണെങ്കിൽ എൻ്റെ ശാപം ഫലിക്കുകയില്ല. നേരെ വിപരീതമായി നിന്നാൽ ശാപം ഫലിക്കാതിരിക്കുകയുമില്ല. അറിയാമല്ലോ ഭീമൻ കാട്ടിൽ വെച്ച് കിർമീരവധം ചെയ്തത് എന്ന് ഓർമ്മിപ്പിച്ച് മൈത്രേയ മഹർഷി ഉടനെ ഹസ്തിനാപുരം വിട്ടുപോയി. ഈ സമയത്ത് ധൃതരാഷ്ട്രർ മൈത്രേയ മഹർഷിയുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് ഭീമൻ കിർമീരവധം ചെയ്തത്? അത് കേൾക്കുമ്പോൾ മൈത്രേയ മഹർഷി പറയും, അത് അങ്ങ് വിതുരരോട് ചോദിച്ചറിയുക. ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് മഹർഷി ഉടനെ തന്നെ അവിടെ നിന്നും പോയി. ഹരേ കൃഷ്ണ.